ഫോൺ മാറ്റി. അങ്ങനെ ഞങ്ങളെ പറ്റിച്ചിട്ട് മോളത്ര മിടിക്കാറ്റ് ഇവിടുന്ന് പോണ്ട. അവള് മൊബൈലിൽ ഷൂട്ട് ചെയ്യണു. ഞങ്ങളിവിടുത്തെ ആരാന്നറിയോ നിനക്ക്? കച്ചവടവും മുടങ്ങി. ഇതെങ്കി ഇത് അവളുടെ ഫോണ് തോടി. മോളെന്താ എടുത്തേന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലാണിത് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണല്ലോ. ഡീ ഈ വീഡിയോ ഞാൻ എൻ്റെ ഫ്രണ്ടിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ലോകം മുഴുവൻ കാണും. ജോണേ, ഞാനിപ്പോൾ അയച്ചു തരുന്ന നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ട്രേസ് ചെയ്ത് എത്രയും പെട്ടെന്ന് എനിക്ക് അയച്ചു തരാം. ഒരു അത്യാവശ്യ കാര്യമാണ്. ആ നമ്പർ ഞാനിപ്പോൾ നിനക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തരാം. ഓക്കെ. സോറി, ശരിക്കും സോറി. കുട്ടി ഞങ്ങളോട് ക്ഷമിക്കണം. ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. എന്ത് വേണമെങ്കിൽ തരാം. എന്ത് തരും? 5000. 10. നിങ്ങളുടെ ഭാര്യമാരുടെ ഈ കാണുന്ന സ്വത്തുക്കൾക്കും മാനത്തിനും അഭിമാനത്തിനും ഒക്കെ കൂടി ഇത്ര വിലയുള്ളൂ? കുട്ടി പറ, പിന്നെന്ത് വേണം? എനിക്ക് പണം വേണ്ട. പിന്നെ എനിക്ക് വേണ്ടത് നിങ്ങൾ മൂപ്പിനോയ വെച്ച അഗ്രിമെന്റ് ആണ്. ബുദ്ധിമുട്ടുണ്ടോ? എഗ്രിമെന്റ് പറ. കാറിലല്ലേ, അത് വേണോ? പുല്ല്, നീ വന്നേ. അത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ചേട്ടൊന്ന് നിക്ക്, ഓടല്ലേ. കൊടുക്കടാ. ലൈറ്റർ ഉണ്ടോ? എന്തായി കാണിക്കുന്നേ? ഇതാ എഗ്രിമെന്റ് അല്ലേ? ആരാടി നീ? എന്താ നിന്റെ ഉദ്ദേശം? നീ നടക്ക്. എന്ത്? അത് കത്തിപ്പോട്ടെ, വേറെ പ്രശ്നമുണ്ട്, പറയാം. എന്ത് പറയാൻ? എന്താ നിന്റെ ഉദ്ദേശം? അപ്പോ എനിക്കിനി പോവാലോ? അപ്പൊ വീഡിയോ? എന്ത് വീഡിയോ? എന്ത് വീഡിയോ എന്ന് പറയാം. പറയാം. ഡിലീറ്റഡ് പോരെ? അപ്പൊ ഫ്രണ്ടിന് അയച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് അതിനി പുറത്ത് വരില്ല. ബി റെസ്റ്റ് അഷ്യൂർഡ്. നൈസ് മീറ്റിംഗ്. വെരി നൈസ് മീറ്റിംഗ്. ഇനി ഒരിക്കലും കാണാനിടവരാതിരിക്കട്ടെ.
താങ്ക്സ് ഫോർ ദ ഡേ ആൻഡ് നൈറ്റ്. ഇതിനും കൂടി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. നീ എന്താണ് തല്ലിയത്? അല്ലാതെ പിന്നെ ഉമ്മ നോക്കണം. നിന്ന് സ്ലോ മോഷൻ കളിക്കാതെ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോ കൊച്ചേ. അയ്യോ ചതിച്ച മാലതി. രണ്ടുണ്ടല്ലോ, ഇനെന്താ ചെയ്യാ? വാ. അതെ, ആ വരുന്നത് ഞങ്ങളുടെ ഭാര്യമാരാ. അവരിത് എന്തെങ്കിലും അറിഞ്ഞാ ഞങ്ങൾ ആത്മഹത്യന്റെ വരും. കുട്ടി പറഞ്ഞതൊക്കെ ഞങ്ങൾ ചെയ്ത് രക്ഷിക്കണം പ്ലീസ്. പ്ലീസ്. സഫറ ഇവിടെ ശവം പോലെ നിൽക്കാണ്ട് ഇങ്ങോട്ട് വാടാ. നിങ്ങൾ എന്താണ് ഈ സമയത്ത് ഇവിടെ? അവളെവിടെ? ആരാ മാലു? നിങ്ങൾ ഇന്നലെ തൊട്ട് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടില്ല. അവള് പാർപ്പിക്കേ? നീ എന്തായി പറയണ മാലു? നിങ്ങൾ മിണ്ടരുത്. ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു, കേട്ടല്ലോ? മിണ്ടരുത്. നിനക്ക് ഇതിന്റെ കൂടെ ബ്രോക്കർ പണി ഉണ്ടല്ലേ? എനിക്കില്ലാത്ത എന്താ അവൾക്കൊള്ളെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അവളെവിടെ? വാടി. ഇന്ന് ശരിയാക്കി തരാം ഞാൻ. പക്ഷേ നീ ഒന്ന് നിക്ക്. മാലു, ഞാനൊന്ന് പറയട്ടെ. നീ എവിടേക്കാണ് ഈ വണ്ടി? നീ പറയുന്ന മാലു? എന്താടാ സംഭവം? അത് രാവിലെ ആ തമിഴത്തി പണിക്കാരി ഇവിടെ ഒരു പെണ്ണിനെ കണ്ടു. എവിടെ വെച്ച്? ഈ വഴിക്കാണല്ലോ അവളെന്നും പണിക്ക് വരാറുള്ളത്. കാട്ടിൽ നിന്ന് പുലർച്ചെ ഇറങ്ങി വരുന്ന കണ്ടു എന്നാ പറഞ്ഞേ. എന്നിട്ട് ചോദിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞതെന്നറിയോ? ചേട്ടൻ്റെയും സാറുമാരുടെയും കൂടി ഒരു 1 night പരിപാടിക്ക് വന്നാണെന്ന്. ചേട്ടാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ? എടി, അത് നീ നീ പറയുന്നത് വിചാരിക്കുന്ന കേക്ക്. എന്നോട് പോലെ ഒന്നും പറയണ്ട. പ്രശ്നങ്ങളൊന്നുമില്ല. സത്യം പറ, ഞങ്ങൾ വരുന്ന അറിഞ്ഞ അവളെ പറഞ്ഞു വിട്ടല്ലേ സഫറേ? എന്താ നിനക്കൊന്നും മിണ്ടാനില്ലേ? എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയി. ആരാടി നീ? എന്താ നിനക്ക് ഇവിടെ കാര്യം? രാവിലെ കാട്ടില് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയപ്പോ കാലൊന്ന് തെന്നി. ഈ ചേട്ടനാ രക്ഷിച്ചത്. കാലൊന്ന് ബേധാവണ വരെ ഈടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ലല്ലോ എന്നിട്ട് ഞങ്ങള് കേട്ടത്. എന്താ നിന്റെ പേര്? ഫിസ. എന്താ നിനക്ക് ഇവിടെ പരിപാടി? പുതുപ്പേട്ട സ്പോർട്സ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഈടെ അടുത്ത് ഒരു ഫ്രണ്ടിന്റെ വീട്ടില് വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വന്നത്. ഇവിടുത്തെ ഏത് കൂട്ടുകാരി? ഈടെ അടുത്താ. പാണ്ടിപ്പെട്ടി ബസ് സ്റ്റോപ്പിൽ നിന്ന് നടക്കാനുള്ള ദൂരം. എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാ. എന്താ ചേച്ചി? ഏയ്, ഞങ്ങള് വേറെന്തൊക്കെയോ കേട്ടു. അപകടം പറ്റിയത് വേറെ ആരെങ്കിലും കണ്ടോ? ഒരു സ്ത്രീ വന്നായിരുന്നു, ഇല്ലേ? അതെ. എന്നാലും മീനമ്മ നിങ്ങളോട് ഇങ്ങനെ മാറ്റി പറഞ്ഞത്. ഞാൻ ചെല്ലട്ടെ എന്നാ. താങ്ക്സ് എ ലോട്ട് കേട്ടോ. ഒന്ന് നിന്നേ. ഈ വയ്യാത്ത കാലം വെച്ച് നടന്നു പോണ്ട, ഞങ്ങളുടെ കാറിൽ പോവാം. എവിടെയാന്ന് വെച്ചാ പറഞ്ഞാ മതി, ഡ്രൈവർ കൊണ്ടുവിടും. ഏയ്, ഞാൻ പൊക്കോളാം. ഇപ്പോൾ ഒരുവിധം ശരിയായി, നടക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിലും ഇങ്ങനെ വല്ല അപകടം പറ്റിയാൽ പെട്ടെന്ന് നോർമലായി റൊട്ടീൻസ് ചെയ്യണമെന്നാ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ശരി ചേച്ചി. മീനമ്മ പറയുന്നത് അവളുടെ കണ്ണിനൊരു തവിട്ട് നിറമായിരുന്നു എന്നാ. ഇനി കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും? നീ ഒന്ന് വിട്ടേ. മീനമ്മ അവളെ കാണുന്നത് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ടാ. അവിടെ നേരെ ക്രോസ് ചെയ്ത ഹൈവേ ആണ്. അവൾ ഇവിടുന്ന് വിട്ടുപോകാനുള്ള പരിപാടിയായിരുന്നു. മീനമ്മ അവിടെ കണ്ടതുകൊണ്ടാണ്, അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാ അവൾ തിരിച്ച് റിസോർട്ടിലേക്ക് വന്നത്. അതൊന്നും അല്ലെന്നേ. നീ ഇതൊന്നും നോക്കി. ഇന്നത്തെ പേപ്പറിൽ വന്ന ന്യൂസാ ഇപ്പഴാ കണ്ടത്. സ്പോർട്സ് അക്കാഡമി വിദ്യാർത്ഥിനിയും ഹർഡിൽസ് താരവുമായ ഫിസ മക്ബൂലിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് സംശയം. എന്താടാ ഇത്? അവള് പറഞ്ഞത് മുഴുവൻ അക്ഷരം പ്രതി ഇതല്ലേ? നീ ഇന്നലെ എത്ര മണിക്ക് അവളെ കണ്ടത്? ഒരു 10-10 കാണും. അവള് മരിച്ച്
ആത്മാവായി ആ വെള്ളച്ചാട്ടം വരെ എത്താൻ വേണ്ട കറക്റ്റ് സമയം. പേപ്പറിൽ ഫോട്ടോയും കൊടുത്തിട്ടില്ല. ആ ജോണേ. ആ സഫറേ, എന്തായി കിട്ടിയോ? അതൊരു ബിമലകുമാരിയുടെ പേരിലെടുത്തിരിക്കുന്ന നമ്പറാണ്. ഒരു ബീഹാർ അഡ്രസ്സിലാണ് സിം എടുത്തേക്കുന്നത്. ഇവിടെ പണിക്ക് വന്ന പോലെ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. എന്താ കാര്യം? അല്ല, അങ്ങനെയാണെങ്കിൽ അവളുടെ ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് എടുത്തു തരൂ. എന്താണ്, വല്ല തെരികട കേസാണോ? അല്ല, ഒരു ആവശ്യമുണ്ട്. മരിച്ചുപോയ ഇങ്ങനെയുള്ള ഒരു നമ്പർ ബ്ലാക്ക് മാർക്കറ്റിൽ മറിച്ചു കൊടുക്കുന്ന ഒരു ഇടപാടുണ്ട് ഇപ്പോൾ. ഈ കോൺട്രാക്ടർ സൈറ്റിലൊക്കെ ഇപ്പോൾ സ്ഥിരം ആക്സിഡന്റ് അല്ലേ, ആർക്ക് വേണമെങ്കിലും ആ നമ്പർ ഉപയോഗിച്ച് എന്ത് തെരികട വേണമെങ്കിൽ കാണിക്കാം. ഇങ്ങനെയുള്ള കുറേ കേസുണ്ട് ഇപ്പോൾ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ശരി, ഞാൻ വിളിക്കടാ. എന്താടാ? അതേതൊരു ബിമലകുമാരിയുടെ നമ്പറാണെന്ന്. ബിമലകുമാരിയോ? അവളങ്ങനെ പ്രേതമാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലൂടാ. എന്നെ കൊന്നിട്ട് എന്താ കാര്യം? എനിക്ക് അത്രയ്ക്ക് പേടിയടാ, അതാ. ആ SI പൊന്നുസ്വാമി വിചാരിച്ച ഈ ഫിസയുടെ ഒരു ഫോട്ടോ ഒപ്പിക്കാൻ പറ്റില്ലേ? അതൊക്കെ വേണം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് ഈ പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും വിശ്വാസമില്ലായിരുന്നു ഇതുവരെ. മാലതി മുഷിയും മീനമ്മയൊക്കെ കണ്ടല്ലോ. പ്രേതമാണെങ്കിൽ അത് പറ്റൂ. നീ ഒന്ന് ചാവാണ്ടിരുന്നേ. എടാ അവളായിരിക്കില്ല. സഫറേ, നിന്നോട് അവള് പറഞ്ഞത് അവൾക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലെന്നല്ലേ? പക്ഷെ എത്ര ലോജിസ്റ്റിക്സ് വെച്ചിട്ടാണ് അവൾ ഉഷയുടെ അടുത്തൊക്കെ സംസാരിച്ചത്. അതാണല്ലോ അവർ വിശ്വസിക്കാനുള്ള കാരണം. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ഞാനാണെങ്കിൽ അത് ആലോചിച്ചില്ല. അതൊന്ന് കട്ട് ചെയ്തടാ. എന്തിന്? ഇതാ വിഴിഞ്ഞത്തെ സ്ഥലത്തിൻ്റെ ആളാ. മനുഷ്യനവിടെ പ്രാണവേദന എടുത്തിരിക്കുമ്പോഴാണ് അവൻ്റെ വിഴിഞ്ഞം. അവള് പ്രേതല്ലെന്നറിഞ്ഞാൽ മതി, വേറെ എന്തും ഞാൻ സഹിക്കും. ശരിക്കും ഉഷ പത്രം വായിക്കാത്തോണ്ട് ഇത് കാണുന്നുള്ള ടെൻഷൻ വേണ്ട. അത് ശരിയാ. Control to all stations, Mike. Control. Commissioner order വന്നിருக்கு. Local area full search பண்ணணும். I repeat, any suspect we have arrested immediately. Over. என்ன பிரச்சனை இது? ஒண்ணுமே புரிய மாட்டேங்குது. നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണെന്നൊരു സംശയമുണ്ട്, അതുകൊണ്ടാ. ഒന്നാ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചാൽ അവർ ആ ഫോട്ടോ വെച്ച് തരില്ലേ? நாளைக்கு செஞ்சு கொடுத்தா பரவாயில்லையா? இன்னைக்கு ஒரே டென்ஷனான அட்மாஸ்பியரா இருக்கு. பக்கத்து ஸ்டேஷன்ல ஒரு போலீஸ் ஆபீசரை மர்டர் பண்ணிட்டாங்க. അതൊക്കെ പിന്നെ നോക്കാം. ഇതൊന്നും ഇപ്പൊ തന്നെ കണ്ടുപിടിച്ച് തരണം പ്ലീസ്. ഇവൻ്റെ ഒരു പഴയ കോളേജ് മേറ്റ് ആണെന്ന് ഡൗട്ടുണ്ട്. ലവ് മാറ്റർ സർ. லவ்வா? ഒന്ന് സ്പീഡാക്കുന്നു, എനിക്ക് നിൽക്കവേ മുടിയാത്. அப்ப அங்க போய் உட்காருங்க, இதை என்னன்னு பார்த்துட்டு வரேன். ആരുടെ ലവറാണത്? എന്തായാലും കാര്യം നടന്നില്ലേ? ഗുരുവായൂരപ്പാ, അതവളാവല്ലേ? എടുക്കുന്നില്ല, മതിയല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, അവളങ്ങനെ പ്രേതാണെങ്കിൽ ഞാൻ അപ്പ ശബരിമലയ്ക്ക് പോകാൻ മാറിട്ടാ. എനിക്ക് ധൈര്യം വേണം. கிடைச்சிருச்சு. இந்த பொண்ணான்னு பாருங்க. பிரச்சனை ஒண்ணும் இல்லையே. ഒന്നും കാണുന്നില്ലല്ലോ. ஃபோன் ஸ்லீப் மோட்ல போயிடுச்சு. இதுக்கு என்ன பயம்? இந்த பொண்ணான்னு பாருங்க. இந்த பொண்ணா இல்லையா? അല്ല. 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 പിന്നെന്തിനാ നീ ഇത് കണ്ട് വേർത്തെ? എനിക്കറിയോ. പിന്നെ എനിക്കറിയാവോ? ഓരോ കുരിശും കൊണ്ട് വന്നിട്ട്. குடியா, சும்மா டைம் வேஸ்ட் பண்ணிக்கிட்டு. ஹலோ, நானே எங்கள் டிபார்ட்மெண்ட்டில் ஒருத்தரை கொண்டு விட்டாங்க, டென்ஷனில் சுற்றிக்கிட்டு இருக்கேன். நீ வேற நொயின்னு ஃபோனை போட்டுக்கிட்டு இருக்க. வேற வேலை இல்லையாடி உனக்கு? வெயிடி போன. വേണോ? വേണ്ട. ഇനി പോവാം. ഇനി അവൾ എന്ത് പിശാചായാലും എനിക്കൊന്നുമില്ല. എന്നാൽ പിന്നെ വിഴിഞ്ഞത്തടിയിലങ്ങ് നടത്താം. സംഭവം ലാഭമല്ലേ? പിന്നല്ലാതെ. ഇരുവേട്ട, ഈ സഫറിനെ വിശ്വസിച്ച് നിങ്ങൾ പൈസ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പോവില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല.
കമല. പക്ഷെ ഇത് അവളല്ലല്ലോ. இவளை தெரியுமா? இல்ல. ഇതാരാ? இந்த கமலா தான் இன்னைக்கு இருக்க இவ்வளோ டென்ஷனுக்கு காரணம். கமலா ஒரு ட்ரைபல் லீடர். இவ பல பேரை வெட்டி கொலை பண்ணியிருக்கா. 1 இயருக்கு முன்னாடி திடீர்னு மிஸ் ஆயிட்டா. இந்த பிரச்சனை முடிஞ்சுன்னு எல்லாரும் நிம்மதியா இருந்தோம். ഇപ്പൊ എന്ത് പറ്റി? கமலா திரும்பி வந்துட்டா. ஆமா, அவ திரும்பி வந்து பண்ற 4வது கொலை நேத்து நடந்தது. ஒரு ஃபீமேல் ஆபீசரோட சேர்த்து இதுவரைக்கும் கொலை பண்ண 4 பேருமே போலீஸ் ஆபீசர். പോവാൻ സഫറ. സർ, ഇന്നലെ കൊല എங்கே നടന്നത്? போலீஸ் குவார்டர்ஸ்ல இருந்து போற வழியில ஒரு மண் வழி இருக்குல்ல, அங்கதான். கிளப்ல இருந்து ரெகுலரா சக்தி சார் அந்த ரூட்ல அந்த டைம்ல போவார்னு தெரிஞ்சுக்கிட்டு பிளான் பண்ணி கொலை பண்ணிருக்கீங்க பிசாசுங்க. லோக்கல் சப்போர்ட்டோட தான் இந்த குரூப் எல்லாம் ஆபரேஷன்லாம் பண்ணிக்கிட்டு இருக்கு. காலை இருந்து சிட்டி ஃபுல்லா தேடிக்கிட்டு இருக்கோம். സർ, അത് അപ്പൊ വർക്ക് നടക്കട്ടെ. ബിസി അല്ലയാ? ഓക്കെ, അപ്പൊ ഈവനിങ് റിസോർട്ടിൽ പാപ്പം. ഓക്കെ, ബൈ. നീ വന്നേ. നിനക്കെത്ര വട്ടുണ്ടോടാ അയാളെ വായിച്ചാൽ ചാടി കൊടുക്കാൻ? എടാ, എത്ര ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ പോലീസാ. നിനക്കറിയോ ഈ കേസ് എന്താണെന്ന്? രവിയേട്ടാ, നമ്മുടെ റിസോർട്ടിന് മുന്നിലുള്ള പുഴ കടന്ന് കാട് കയറി ഇറങ്ങിയ എത്തുന്നത് ഇന്നലെ കൊല നടന്ന സ്ഥലത്താണ്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അവിടുന്ന് ആദിവാസി കോളനിയിലോട്ട് റൂട്ടുണ്ട്. ചെറിയൊരു വളഞ്ഞ വഴിയാണേ ഉള്ളൂ. ഞാൻ പോയിട്ടുണ്ട്. ഇന്നലെ നടന്ന കൊലയുമായി ആ പെണ്ണിന് എന്തോ ബന്ധമുണ്ട്. ബന്ധം? എടാ നീ വാ. കുന്താണ്, നീ വന്നേ. എന്തത്? മേക്കിംഗ് മെമ്മറീസ്. ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല, ഒരു CCTV പോലും കാണുന്നില്ലല്ലോ. പക്ഷെ സേഫായി ഇന്ന് ഇവിടെ താമസിക്കാനൊരു സ്ഥലം വേണം. താമസിക്കാനാണെങ്കിൽ ഇവിടെ അടുത്ത് ഫോറസ്റ്റുകാരുടെ ഒരു ഏർമാടമാണ്. ഈ ഫ്യൂംസ് ഒരാൾ ശ്വസിച്ചാൽ വിത്തിൻ 60 seconds അയാൾക്ക് ഭൂതം പോകും. സംഭവം കഴിഞ്ഞ രാത്രി കാട്ടിൽ താമസിക്കാനാണ് അവൾ ഏറുമാട് അന്വേഷിച്ചത്. രാത്രി ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കണ്ടാലോ ലിഫ്റ്റ് ചോദിച്ചാലോ ആളുകൾ സംശയിക്കും. എന്നിട്ട് ഞാൻ വിചാരിച്ചത് നിന്റെ കൂടെ നടക്കാനാണെന്നല്ലേ പൊട്ടൻ. ആ SI വൈകുന്നേരം ആകുമ്പോൾ എത്തും. അവൾ എന്തെങ്കിലും ഒരു സാധനം ഇവിടുന്ന് കിട്ടിയാ വകുപ്പ് നടന്നറിയല്ലോ, പുറലോ കാണില്ല. നീ വന്നേ. So simple, self-made and honest. വീട്ടിൽ ചെറിയ സീനായി. You know what? Love happens in 3 stages. നിങ്ങളുടെ കൂടെ ഈ രാത്രി ഇവിടെ താമസിക്കാൻ എനിക്കിനി ധൈര്യമില്ല. Thanks for the day and night. പ്രത്യക്ഷത്തി ഒന്നും കാണുന്നില്ല. കനിയോട് ഇവിടെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി വെട്ടി വിളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഫോട്ടോയിലെ കമല അവളല്ലല്ലോ. അവളെ ടീമിൽ ഒരാളായി പോരെ. അതല്ലേ അവളെ എഗ്രിമെന്റ് കത്തിച്ചത്. എന്നാലും ഒരേറ്റവും നേരെ ചെന്ന് കൊണ്ട് കൂട്ടിമുട്ടുന്നില്ലല്ലോ. ആ മൂപ്പിനെ ചെന്ന് കണ്ടാലോ? എഗ്രിമെന്റ് കത്തിക്കായിരുന്നു അവളുടെ ഉദ്ദേശമെങ്കിൽ അത് മൂപ്പിന് അറിയില്ലേ. എന്തിന്? ഇനി എന്താണ് നിനക്കിനി കൂട്ടിമുട്ടിക്കേണ്ടത്? ഇത്രയും പോരെ? ആ പെണ്ണാരായിരുന്നു നമ്മൾ അറിയണം. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഭാര്യയെ തിരിച്ചു വരും. എനിക്ക് ഉറപ്പാണ്. ആ പ്രിയ, ഇന്ന് മോർണിംഗ് ബുള്ളറ്റിനിൽ ഒരു കമല ന്യൂസ് കവർ ചെയ്തില്ലായിരുന്നു? എനിക്കതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വേണം. ബസ് ലേറ്റ് ആയോ? ഐ ഹാവ് പ്രിപ്പയർഡ് സാൻഡ്വിച്ച് ഫോർ യു. കം. ലളിതാക്ക ഇന്ന് വന്നില്ലേ? വന്നിരുന്നു. അക്കടെ കാല് ചുരുട് നീര്. ഞാൻ പോയി ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഹൗ വാസ് അമ്മമ്മ? ഫൈൻ. ആ, നിധി ചേച്ചിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ലെറ്റർ ഉണ്ട്. ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ യു. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന ആദ്യത്തെ ട്രൈബൽ സ്റ്റുഡന്റ് ആയിരുന്നു കമല. സത്യത്തിൽ അവളുടെ റിവോൾട്ട് തുടങ്ങുന്നതും ആ ക്യാമ്പസിൽ നിന്നാണ്. അത്രമാത്രം അവൾ ആ ക്യാമ്പസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ബൈ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അങ്ങനെ എല്ലാം. ഒടുവിൽ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് മടങ്ങിപ്പോയിട്ടാണ് ഇങ്ങനെ ഒരു ട്രൈബൽ മൂവ്മെന്റ് കമല തുടങ്ങുന്നത്. മീഡിയയിലൊക്കെ അക്കാലത്ത് ഒരുപാട് വന്നിട്ടുള്ള സ്റ്റോറിയാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? അമ്മ ഇതിനകത്ത് വൈഫൈ കണക്റ്റാണല്ലോ. സ്റ്റഡി ആപ്പിൽ എന്തിനാ വൈഫൈ? അതിൽ മെമ്മറി കുറവാ കണ്ണാ. ഇനി വരുമ്പോഴേ അവൻ്റെ ടാബിൽ ആപ്പ് ലോക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണേ. അതൊരു വർഷം മുമ്പാണ്. പോലീസുകാർ തന്നെ കൊന്നതാണെന്നും പ്രേമിച്ച് ഒളിച്ചോടിയതാണെന്നും അതല്ല ISC ചേർന്നതാണെന്നും അങ്ങനെ പല കഥകളുണ്ട്. പക്ഷെ എന്തായാലും അതോടെ ഈ മൂവ്മെന്റ് ഇല്ലാതായി. ഇപ്പോ ഈ മേർഡർ സീരീസ് സ്റ്റാർട്ട് ചെയ്യണവര്
ഈ കമലയ്ക്ക് RECയിൽ വല്ല ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു? അറിയില്ല, അന്വേഷിക്കേണ്ടി വരും. അത്യാവശ്യമാണോ? അതെ. നോക്കട്ടെ, ഞാൻ വിളിക്കാം. അല്ല, എന്താ കാര്യം? പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഗുഡ്, അപ്പം ഞാൻ ചോദിക്കില്ല. ശരി. നീ ചിന്തിക്കുന്നത് കറക്റ്റ് ലൈല സഫ്ര. ഈ കമലയ്ക്ക് RECയിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു ലെസ്ബിയൻ ഫ്രണ്ടാണ് ഈ പെണ്ണ്. ആ ലെസ്ബിയൻസ്, അതാണ് അവക്ക് ഞാൻ തൊട്ടപ്പോ ചൊറിഞ്ഞത്. വെറുതെ അല്ല, അവള് ടെററിസ്റ്റ് ആണ്. അല്ലെങ്കിൽ വെറുതെ ഒരു പെണ്ണ് കരയായിട്ട് ഓടിക്കേണ്ട കാര്യമുണ്ടോ? നെക്സ്റ്റ് വീക്ക് അപ്പാടെ ട്രസ്റ്റിൻ്റെ പേരിൽ ഈ വീട് രജിസ്റ്റർ ചെയ്യണം. ഞാൻ അമ്മാമ്മയോട് സംസാരിച്ചു. Good. Appa always wanted that. അങ്ങനെ ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല കമലയ്ക്ക് അവിടെ. അതാണല്ലോ ആ ക്യാമ്പസിൽ അവൾ നേരിട്ട പ്രധാന പ്രശ്നവും. ആകെ കൂടി അവൾക്ക് അവിടെ സപ്പോർട്ടായിരുന്നത് അവളുടെ ഒരു പ്രൊഫസറാണ്, വൺ അഗസ്തി. ഈ കമല മിസ്സിംഗ് ആയതിനു ശേഷവും അതിന്റെ പിന്നിലെ മിസ്റ്ററി സോൾവ് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ട് കുറെ ഹ്യൂമൻ റൈറ്റ്സ് കേസും ഒക്കെ ആയിട്ട് നടന്നിരുന്നു ഈ പ്രൊഫസർ. ഈ അഗസ്തി ഇപ്പോൾ എവിടെയാണ്? ഹീസ് ഡെഡ്. ആ മരണവും ഒരു വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. അഗസ്തിക്ക് ഒരു മകളുണ്ടായിരുന്നു. ഹി വാസ് എ ബാച്ചിലർ, ഒരു മിനി അബ്ദുൽ കലാം ടൈപ്പ്. റിസർച്ചും ടെക്നോളജിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ജീവിതം. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലുള്ള കോൺട്രവേഴ്സി? ഈ അഗസ്തി പഠിക്കാൻ ബ്രില്യൻ്റ് ആയ കുറച്ച് ഓർഫൻ കുട്ടികളെ സ്പോൺസർ ചെയ്തിരുന്നു. അതിൽ 2 കുട്ടികൾ സ്കോളർഷിപ്പോ മറ്റോ കിട്ടി ട്രിച്ചിയിലെത്തിയപ്പോൾ ഇവർ 3 പേരും കൂടി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. ഒരു അൺയൂഷ്വൽ ഫാമിലി. അത് തന്നെയായിരുന്നു അഗസ്തി ആ ട്രാജഡിയിലേക്ക് നയിച്ചത്. എല്ലാ ജീനിയസിനും ഒരു ഫ്ലിപ്പ് സൈഡ് കാണുമല്ലോ. ജീവനുള്ള ഒരു ഹ്യൂമൻ ബോഡിയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാവുന്ന ഡൈജസ്റ്റീവ് ആസിഡിൻ്റെ ക്വാണ്ടിറ്റിയാണിത്. ഞാനിത് പറഞ്ഞപ്പോൾ കോളേജിലെ കാര്യം പോട്ടെ, നീ പോലും സംശയിച്ചില്ലേ? ദിസ് ഇസ് ടേക്കൺ ഫ്രം മൈ ഓൺ ബോഡി. കറക്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു ആസിഡിനേക്കാളും പവർഫുള്ളാണിത്. അതാണ് ഹ്യൂമൻ ബോഡിയുടെ പവർ. ബട്ട് വി ആർ യെറ്റ് ടു റിയലൈസ് ദാറ്റ്. ഹലോ, നിന്നോടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അസൈൻമെന്റ് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാപ്പാ. ഇതിൻ്റെ ഫസ്റ്റ് പേജ് ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, നീ ശ്രദ്ധിച്ചില്ല. ഇതാണ് ഞാൻ കോൺസെൻട്രേഷനെ കുറിച്ച് പറയുന്നത്. എവിടെ? കുറച്ച് സിം കാർഡ്സ് കൂടി കിട്ടാൻ ചാൻസ് ഉണ്ടോ അപ്പാ? നോക്കാലോ, പക്ഷേ ഇത് റീസൈക്കിൾ ചെയ്ത് കിട്ടുന്ന സ്വർണം മുഴുവൻ എനിക്ക് തരണം. കളിയാക്കണ്ട, ദർ ഈസ് ഗോൾഡ് ഇൻ ദിസ്. വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണേ ഉള്ളൂ. എൻ്റെ സ്കൂൾ പ്രൊജക്ട് അനാലിസിസ് കഴിയുമ്പോൾ നോക്കിക്കോ. വരട്ടെ, പ്രോജക്റ്റ് അനാലിസിസ് വരട്ടെ. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? നിധി അഗസ്തി, അതാണ് ഭംഗി. ആൻഡ് യു ആർ മയൂര അഗസ്തി, മൈ ഫ്യൂച്ചർ സ്പേസ് സയന്റിസ്റ്റ്. I now know what's called family. My sweet Appa. ഫോൺ. ഹലോ. Hello. Who's this? Who are you to say that? I will fight for Kamala. She deserves justice. Karate is a good exercise. Stress reliever ആണ്. Also it gives you confidence. എനിക്കിപ്പോൾ ആവശ്യത്തിന് കോൺഫിഡൻസ് ഉണ്ട് അല്ലേ അപ്പാ? പിന്നെ പക്ഷേ ഒരു മാർഷൽ ആർട്ട് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഭാവിയിൽ സ്പേസിൽ ആവശ്യം വരും. ഒന്ന് പോ അപ്പാ. ഏയ്, നാളെ ഞാനാ ഫ്രണ്ടിലിരിക്കണം കേട്ടോ. അയ്യടാ, ഐ വിൽ സിറ്റ് ഇൻ ഫ്രണ്ട്. ഇനി ഉടക്കുണ്ടാക്കണ്ട. നിനക്ക് സ്ട്രോബെറി അല്ലേ? നോ, ചോക്ലേറ്റ്. എനിക്ക് വാനില. ഏയ് ഛി. അപ്പോൾ എന്തായാലും സ്ട്രോബെറി. വാനില. നിങ്ങൾ ഇവിടെ ഇരുന്ന് തല്ലുകൂട്, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഓക്കെ അപ്പാ. പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വാപ്പാ. ഫ്രണ്ട് സീറ്റിൽ നീ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അതെ. என்ன ப்ரொஃபசர் சார் எப்படி போயிட்டு இருக்கு? അത് വീട്ടിൽ വന്ന സെയിം പോലീസ് ഓഫീസേഴ്സ് അല്ലേ? കമല ഒരു ക്രിമിനൽ ആയിരിക്കാം, പക്ഷെ ഒരു ക്രിമിനലിനും റൈറ്റ്സ് ഉണ്ട്. അതേ ഞാൻ പറയുന്നുള്ളൂ. ஓகே, பட் இதுக்கு பின்னாடி நாங்க 4 பேர் மட்டும் இல்ல. இட்ஸ் தி ஹோல் சிஸ்டம் ப்ரொஃபசர். யூ ஆர் தி ஃபேஸ் ஆஃப் தி சிஸ்டம்.
കമല മിസ്സിംഗ് ആയതിന്റെ പിന്നിൽ നിങ്ങൾ 4 പേരുമാണ്. ഇഫ് മൈ ഫൈൻഡിങ്സ് ആർ റൈറ്റ്. Missing is only a technical word, Professor. Kamala is not missing. She is dead. You killed her. அதுக்காக இன்னொரு ஆளையும் மிஸ் ஆக வச்சிடாதீங்க പ്രൊഫസർ സാർ. We can do it. ഭീഷണിയാണോ? പക്ഷെ കമലയുടെ കാര്യത്തിലെ പോലെ അത്ര എളുപ്പമാവില്ല എൻ്റെ കാര്യങ്ങൾ. പബ്ലിക് എൻ്റെ കൂടെ ഇല്ലേ? பப்ளிக் இஸ் a mad dog, ப்ரொஃபசர். நாங்க நினைச்சா உங்க சப்போர்ட்டை இப்போ இங்க ஒரு செகண்ட்ல ஒண்ணுமே இல்லாம பண்ண முடியும். பாக்குறீங்களா ப்ரொஃபசர்? ഇപ്പൊ പക സമയമില്ല. പിള്ളേർ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കാറ് ഇരിപ്പുണ്ട്. பார்க்கலாம். ഓ ആയിക്കോട്ടെ. എന്തു പറ്റി? പേടിച്ചോ? പേടിച്ചു. ആ പേടിയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്. When there is no fear, there is strength. When there is strength, there is anger. Anger becomes power. Power gives you solution. And solution gives you peace. അല്ലോ മനസ്സിലായോ? ഒരു ഐസ്ക്രീം കഴിക്കുക ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. വാ. ആ കുട്ടികളുമായി ഈ പ്രൊഫസർക്ക് ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നായിരുന്നു പോലീസിന്റെ ഫൈൻഡിങ്. അതിലൊരു കുട്ടി മൈനറും ആയിരുന്നു. What nonsense is this? எல்லா சென்ஸும் கரெக்ட் பண்ணி தரேன். ஸ்டேஷனுக்கு வாயா. யோ டோர் ஓபன் பண்ணியா? சொன்னா கேளு. நில்லுங்கறல. சரி. இங்கே நில்லு. പേടിക്കണ്ട. It's all a mistake. I'll be back. வாய முறான் நாயே. ஆர்பனேஜ் குழந்தைகள்னு ஸ்பான்சர் பண்ணி இந்த வேலை தான் பண்ணிக்கிட்டு இருக்கியா நீ? இவ்வளவு நடந்து திமிர் பாத்தீங்களா சார் அவனுக்கு? ஏய் அடங்கு. அவங்க 2 பேரும் ஸ்டேஷனுக்கு கூட்டி வாங்க. ஸ்டேட்மென்ட் எடுக்கணும். ஓகே சார். யோ வாயா. சொன்னா கேளு. It's okay. Don't worry. It's a mistake. It's a mistake. பாப்பா உங்க அப்பா உன்னை எங்கெல்லாம் கிஸ் பண்ணுவாரு? இங்கே கிஸ் பண்ணுவாரா? இங்கே கிஸ் பண்ணுவாரா? சொல்லு பாப்பா. இல்ல இதோ இங்கே கிஸ் பண்ணுவாரா? Don't touch my children. Don't touch her. சீக்கிரம் சொல்லு பாப்பா. இல்லனா உங்க அப்பா அடி வாங்கிட்டே இருப்பாரு. Hey, you can't do this. I will fight this. I'll fight this. அதுக்கு முதல்ல நீ உயிரோட இருக்கணியா? Your fate is already written. அத தெரிஞ்சுக்கோ. இந்த 2 பொண்ணுங்களையும் மாலஸ் பண்ண விஷயம் பப்ளிக்கு வெளியே தெரிஞ்சு உன் மான மரியாதைலாம் போய் இங்கே நீ சூசைட் பண்ண போற. This is your end, professor. நீ இந்த 2 பொண்ணுங்களையும் மாலஸ் பண்ணதுக்கு எவிடன்ஸ் வேணா? அத நாங்க பாத்துக்கிறோம். இன்னைக்கு நைட் ஃபுல்லா எங்க தான இருக்க போறாங்க? No. No. She's so sexy. No, you can't do that. என்ன டிராமா professor? டேய், take him away. அவர் இருந்தாருன்னா இவங்க எதுவுமே பேச மாட்டாங்க. Don't give up, Bole. Just don't give up. Just don't give up. Keep fighting. Keep fighting.